നമസ്കാരം. യൂത്ത് ഞരമ്പന്റെ പരാതികൾ അന്വേഷിക്കാൻ ഗോവിന്ദചാമിയെ ഏർപ്പെടുത്തിയാൽ എങ്ങനെയിരിക്കും? ബഹുരസമായിരിക്കില്ലേ? അതാണ് ഇപ്പോൾ കോൺഗ്രസിലെ അവസ്ഥ. ഒരു പ്രതികരണം കേൾപ്പിക്കാം. ഈ ജീവിക്കുന്ന ശബ്ദരേഖകളും ചാറ്റുകളെല്ലാം പുറത്തേക്ക് വരുമ്പോൾ അതിനെ സംബന്ധിച്ച് കോൺഗ്രസിലെ തന്നെ മറ്റൊരു ഗോവിന്ദചാമി അന്വേഷിച്ച് നടപടി എടുക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ ചിരിക്കാതെ എന്ത് ചെയ്യാൻ? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എന്താ പറഞ്ഞത്, ഞങ്ങൾ ഈ കാര്യം ഗൗരവമായി പരിശോധിക്കും, വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾ ചെയ്യും, അന്വേഷിച്ച് ശക്തമായ നടപടി ഞാൻ എടുക്കും. ആര് പറയുന്നു? ഈ ഞരമ്പനെ ഈ അവസ്ഥയിലാക്കിയ ഗോവിന്ദചാമി പറയുകയാണ്. എന്തുകൊണ്ട് ഗോവിന്ദചാമി പറഞ്ഞല്ലേ? അതായത് തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇത്രയേറെ സ്ത്രീകളെ അവരുടെ ജീവിതം നശിപ്പിച്ച മറ്റൊരു ഗോവിന്ദചാമി എന്ന് വേണം, ജൂനിയർ ഗോവിന്ദചാമി എന്ന് വേണമെങ്കിൽ നമുക്ക് യൂത്ത് വ്യാജന വിളിക്കാം. ആ ഗോവിന്ദചാമി ഇതൊക്കെ എവിടെ നിന്ന് പഠിച്ചു എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ച് ശക്തമായി നടപടിയെടുക്കാൻ ഇറങ്ങി പുറപ്പെടുന്ന ആ സതീശനുണ്ടല്ലോ, ആ തലയിൽ മുടിയില്ലാത്ത ആൾ, അയാള് മാന്യനാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? സോഷ്യൽ മീഡിയയിൽ ജീവിക്കുന്ന തെളിവുണ്ട്. ഓർമ്മയില്ലേ ആ താരകയെ? മാധ്യമങ്ങൾ കാണാത്ത താരക. നമ്മുടെ MLA വി ഡി സതീശനില്ലേ, പരമനാരി, അവൻ ഇപ്പോഴല്ലേ MLA ഇത് അവനെ താരകൻ എന്നെ കെട്ടിയെന്ന് പറഞ്ഞുകൊണ്ടും എന്നെ ഇവ വേശ്യെന്ന് വിളിച്ച് ഈ എന്തധികാരം എന്നെ വേശ്യെന്ന് വിളിക്കാൻ? ഇവൻ നേതാവ് അവിടെ മുമ്പ് തുടങ്ങി പറൂര് വന്നിട്ട് വെടിവെപ്പല്ലാണ്ട് അവന്റെ കയ്യിലില്ല. സ്റ്റഡി അണ്ടർയോർ കീറി വന്നവന താരകനാണ് ഇവിടെ. ഇതേ മാധ്യമ മേഖലയിൽ നിന്ന്, ഏത് ജൂനിയർ ഗോവിന്ദചാമി ഇപ്പോൾ പീഡനം നടത്തിക്കൊണ്ടിരിക്കുന്ന മാധ്യമ മേഖലയിൽ നിന്ന് നേരത്തെ ഇദ്ദേഹം ഒരു വിവാഹം കഴിക്കാനുള്ള പരിശ്രമം നടന്നു. അതിനെ സംബന്ധിച്ച് മാധ്യമ ചർച്ചകൾക്കകത്ത് തന്നെ തുറന്നു പറഞ്ഞ ചില വ്യക്തിത്വങ്ങളുണ്ട്. അതായത് നാട്ടിൽ പാട്ടായിട്ടുള്ള രഹസ്യമാണ്. അത് ആരാണ് എന്താണെന്നൊന്നും പറയുന്നില്ല, അതിനും പരാതിക്കാരിയില്ല. അതാണ് കാര്യം. നേരത്തെ ഒരു പരാതിക്കാരി വീഡിയോ സഹിതം വന്ന് സതീശനെ കുറിച്ച് പറഞ്ഞു കേട്ടില്ലേ? വെറും ഗോവിന്ദചാമിയാണ്. അതായത് ഒരു ഉളുപ്പും ഇല്ലാതെ അവിടെ ചെന്ന് കാര്യസാധ്യങ്ങളൊക്കെ നടത്തിയതിനു ശേഷം അറിയാത്തതുപോലെയും ഞാനല്ല എന്ന നിലയ്ക്ക് നടക്കാൻ വേണ്ടി കേരളത്തിലെ മാധ്യമങ്ങൾ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുള്ള ഒരു വ്യക്തി, ഈ ഉളുപ്പില്ലാത്ത പ്രവൃത്തികൾ ചെയ്ത മഹാനാണ് പറയുന്നത്, ഞങ്ങൾ മറ്റേ വിഷയത്തിൽ അന്വേഷിക്കും. എന്ത് അന്വേഷണം? ഈ മാധ്യമ ചർച്ച എങ്ങനെയെങ്കിലും ഒതുക്കി തീർക്കുന്നവരെയുള്ള ഇവരുടെ പരിശോധന, ആലോചന തുടരും. ഇങ്ങനെയുള്ള ഒരു ഗോവിന്ദചാമി ആ വിഷയത്തിൽ അന്വേഷിച്ചാൽ നടക്കാൻ പോകുന്നത് എന്താണ്? സതീശനെ കുറിച്ച് ഈ കാര്യം എടുത്ത് ആര് പറയും? ജൂനിയർ ഗോവിന്ദചാമി തിരിച്ചു പറയും. അപ്പോ എന്ത് ചെയ്യും? നമ്മളെല്ലാം പറഞ്ഞ് കോംപ്രമൈസ് ആയിരിക്കുന്നു, നിന്നെയും ഞാൻ വെറുതെ വിട്ടതായിട്ട് റിപ്പോർട്ട് കൊടുക്കുന്നു. ഇത്രയേ ഉള്ളൂ. ഇത്രയും നാണം കെട്ട പ്രവർത്തികൾ ചില മാധ്യമങ്ങൾ എഴുതി വെച്ചതല്ല, ജീവിക്കുന്ന തെളിവുകളായിട്ട് ഈ സമൂഹത്തിന്റെ മുന്നിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ചില മാധ്യമ കഥകൾക്കപ്പുറം യാഥാർത്ഥ്യം എന്താണെന്ന് നോക്കിയേ. ഒരു ഗോവിന്ദചാമിയെ കുറിച്ച് മറ്റൊരു ഗോവിന്ദചാമി അന്വേഷിച്ചാൽ ഉചിതമായ റിപ്പോർട്ട് വരുമെന്നാണോ? നടപടി എന്തെങ്കിലും വരുമെന്ന് നിഷ്കളങ്കരെ നിങ്ങൾ കരുതുന്നുണ്ടോ? പിന്നെ ഇതൊക്കെ കേരളത്തിലെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി നടത്തുന്ന നാറിയ നാടകങ്ങൾ. ഇന്നലെ പെട്ടിയെടുത്ത് കൂടെ നടന്ന സമയത്ത് മാധ്യമ മേഖലയിൽ സതീശൻ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തി എന്താണോ അത് കണ്ടു പഠിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ അടിമ ഇന്ന് അത് ചെയ്തു. അതിനെ സംബന്ധിച്ചുള്ള പ്രത്യാഘാതങ്ങൾ പുറത്തു വന്നു. അപ്പോഴാണ് ഇങ്ങനെ ഒരു വിവരങ്ങൾ പുറത്തു വരുന്നത്. ഒരു ജൂനിയർ ഗോവിന്ദചാമി ചെയ്ത പ്രവർത്തനങ്ങളെ സീനിയർ ഗോവിന്ദചാമി അന്വേഷിച്ചാൽ എങ്ങനെ ഇരിക്കും? അതിന്റെ റിപ്പോർട്ടിനെ കുറിച്ച് ആലോചിച്ചൂടെ? ഒരു ആരോപണ വിധേയൻ തന്നെ മറ്റൊരു ആരോപണ വിധേയനെ കുറിച്ച് അന്വേഷിച്ചുകൊണ്ട് പരസ്പരം കോംപ്രമൈസ് ആക്കാനുള്ള രീതിയും അത് പറയാനുള്ള തൊലിക്കെട്ടിയും നിങ്ങൾ ആലോചിക്കുക. ഇതൊക്കെയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരാണെന്ന് തിരിച്ചറിയാനുള്ള സന്ദർഭം കൂടിയാണ്. ഒരു വ്യക്തിയെ എങ്ങനെയൊക്കെയാണ് കാപട്യങ്ങളിലൂടെ രക്ഷപ്പെടുത്തി എടുക്കുന്നതെന്നും ചെയ്ത തെമ്മാടിത്തലത്തിന് വെള്ള പൂശാൻ വേണ്ടി വന്ന് മാധ്യമ കോലുകൾക്ക് മുന്നിലും ക്യാമറകൾക്ക് മുന്നിലും ഒരു ഉളുപ്പും ഇല്ലാതെ വാചകം അടിക്കാനുള്ള ആ തൊലിക്കെട്ടി കൂടി നിങ്ങൾ കാണാതെ പോകരുത്.